ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മളൊരു പൊളി റെമഡി ആയിട്ട് വന്നിരിക്കുന്നത് വേറെ ഒന്നിനു വേണ്ടിയിട്ടുള്ളതല്ല, വൈറ്റ് ഹെഡ്സ് പോകാനുള്ളതാണ്. വൈറ്റ് ഹെഡ്സ് പെട്ടെന്ന് പോകാനുള്ള ഒരു അടിപൊളി റെമഡി ആയിട്ട് വന്നിട്ട് നാച്ചുറൽ ആയിട്ടുള്ളതാണ്, പുറത്തുനിന്ന് ഒരു ഐറ്റംസ് ഒന്നും അല്ല. നമ്മൾ അധികം ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, വേറെ 2 ഐറ്റം മാത്രം ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ്. പെട്ടെന്ന് തന്നെ റിസൾട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ റെഡിയായി പറയുന്ന രീതിയിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 1 മന്ത് കൊണ്ട് തന്നെ ക്ലിയർ സ്കിൻ ആവുന്നത് പോലെ തന്നെ സ്കിൻ അടിപൊളിയായിട്ട് കുറച്ചുകൂടി തിളക്കാവുന്നതിനും അല്ല മിനുസാവുന്നതിനൊക്കെ കുട്ടികളുടെ പോലെയൊക്കെ ആവുന്നതിനും ഒരു അടിപൊളി റെമഡി ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. വേറെ 2 ഐറ്റംസ് യൂസ് ചെയ്യുമ്പോൾ ഗുഡായിപ്പൊന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ നല്ല റിസൾട്ട് സംഭവം തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്, അല്ല ഡോക്ടറോടൊക്കെ ചോദിച്ചു നോക്കിയാൽ അവരൊക്കെ പറയുന്നതാണ് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഞാൻ ചോദിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം, എന്താ ഐറ്റംസ് എന്നൊക്കെ നോക്കാം. അപ്പോൾ അതിന് മുമ്പ് തന്നെ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ, കൂടുതലായിട്ടും ആദ്യമായിട്ട് കാണുന്നതായിരിക്കും എനിക്കറിയാം, അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരത്തെ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. ിന് മുമ്പ് എന്തൊക്കെ ഐറ്റംസ് ആണ് അതിന് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറെ 2 ഐറ്റംസ് മാത്രമാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. അത് വേറെ ഒന്നല്ല, 2 നമുക്ക് എളുപ്പത്തിൽ കിട്ടാവുന്നതാണ്. നമുക്ക് കടയിൽ പോയി തന്നെ പെട്ടെന്ന് കിട്ടുന്നതാണ്, വീട്ടിലും ഉണ്ടാക്കാൻ പറ്റുന്ന വരില്ല, ഷോപ്പിലൊക്കെ പോയി പെട്ടെന്ന് കിട്ടാൻ പോകുന്ന ഐറ്റംസാണ്. വേഗം പറയണമെന്നല്ല പറയാൻ പറ്റുന്നത്, എനിക്ക് പെട്ടെന്ന് മനസ്സിലായത്. അപ്പോൾ നമുക്ക് വേറെ ഒന്നല്ല, ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങ സ്കിന്നിലാക്കി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുന്ന എല്ലാവരും പേടിക്കുന്നുണ്ടായിരിക്കും, ഹെയറിലാക്കി പ്രശ്നം ഉണ്ടാവുന്ന എല്ലാവരും പേടിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ നേരിയ അളവിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ചെറുനാരങ്ങ നമുക്ക് സ്കിന്നിന് വളരെ നല്ലതാണ്, ഹെയറിനായാലും വളരെ നല്ല തന്നെയാണ്. പിന്നെ വേറെ ഒന്നല്ല, ഈ ചെറുനാരങ്ങയിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, ഒരുപാട് വീഡിയോസിലൊക്കെ അവർക്ക് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഇനി പറയാൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, നമ്മുടെ മല്ലിയില എന്നുള്ളതാണ്. നമ്മുടെ ഇറച്ചിയിലൊക്കെ കിട്ടുന്ന, ഇറച്ചിയിലും നമ്മുടെ എന്തെങ്കിലും കറിയിലൊക്കെ മസാല കറിയിൽ കിട്ടുന്ന നമ്മുടെ മല്ലിയില എന്ന് പറയുന്നത്. ഈ മല്ലിയിലയിൽ ധാരാളം ഫോളേറ്റ്, ആൻറ്റി ഓക്സിഡൻറ്റ്, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി ആണ് വലിയൊരു കണ്ടൻറ്റ്. നമ്മുടെ കോശങ്ങളൊക്കെ സ്കിന്നിനൊക്കെ നല്ല മിനുസാക്കുന്നതിനല്ല നമ്മൾ പറയുന്നത്, ഇതിന് മാജിക്കായിട്ട് പ്രവർത്തിക്കുന്ന വലിയ അടിപൊളി റെമഡി തന്നെയാണ്, ഒരു കണ്ടൻറ്റ് തന്നെയാണ് മല്ലിയില എന്ന് പറയുന്നത്. കൂടുതൽ ആൾക്കാർക്കൊന്നും അറിയില്ല, പക്ഷേ ഒരുപാട് മെഡിസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വലിയൊരു കണ്ടൻറ്റാണ് ഈ മല്ലിയില എന്ന് പറയുന്നത്. ആയുർവേദ കാര്യങ്ങൾക്കാവട്ടെ, നമ്മളിപ്പോൾ ഒരുപാട് ഐറ്റംസൊക്കെ മെഡിസിനൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതിനൊക്കെ വേണ്ടി ഒരുപാട് നാച്ചുറലായിട്ടുള്ള ഇപ്പോൾ ഈ KP നമ്പൂതിരിസൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഒരുപാട് വലിയ വലിയ കമ്പനീസൊക്കെ യൂസ് ചെയ്യുന്ന വലിയൊരു ഇത് തന്നെയാണ് ഈ മല്ലിയില എന്ന് പറയുന്നത്. ചോദിച്ചറിഞ്ഞാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ മല്ലിയില എന്ന് പറയുന്നത്. ഈ മല്ലിയില നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്കിന്നിനെ നമുക്ക് ചെറുപ്പമായിട്ട് തന്നെ നിലനിർത്തുന്നതാണ്. നമ്മുടെ സ്കിന്നൊക്കെ, കൈയിൻ്റെ സ്കിന്നൊക്കെ നമുക്ക് മുഖം ഒരിക്കലും വ്രിങ്കിൾസ് ഒന്നും വരാണ്ട് നമുക്ക് പ്രായം തോന്നിക്കാണ്ട് ആക്കുന്നതാണ് മല്ലിയില. ഏറ്റവും മാജിക്കായിട്ട് പ്രവർത്തിക്കുന്ന സംഭവം തന്നെ മല്ലിയില എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഈ 2 ഐറ്റംസ് ഉപയോഗിച്ച് എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. എന്നാലും ഉണ്ടാക്കി നമുക്ക് കാണിച്ചു തരാം. നമ്മൾ യൂസ് ചെയ്ത് ഫേഷ്യൽ അപ്ലൈ ചെയ്ത് കാണിച്ചിട്ട് ജസ്റ്റ് പറയുന്നതിൻ്റെ എല്ലാ ഐറ്റംസും നമ്മൾ യൂസ് ചെയ്ത് കാണിച്ചു തരുന്നതാണ്. എൻ്റെ അനിയത്തിയാണ് എപ്പോഴും അതിനുള്ളൊരു എനിക്കുള്ളൊരു ഇതെന്ന് പറയുന്നത്, യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്, അവൾ ഞാൻ യൂസ് ചെയ്യുന്നത്, അപ്പോൾ യൂസ് ചെയ്ത് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. യൂസ് ചെയ്ത് കാണിച്ചിട്ട് സൈഡ് എഫക്റ്റ് ഇല്ലാതെ കാണിക്കുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഉച്ച നേരത്തൊന്നും നമ്മൾ യൂസ് ചെയ്ത് കാണിച്ചിട്ട് നൈറ്റിലൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യണം നോക്കാം കേട്ടോ.
ഉണ്ടാവുന്ന വിചാരിക്കുന്നു. ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്, പെട്ടെന്ന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഫേസിൽ, ഒരു പ്രശ്നവും ഇല്ല. 2 വിരലുകൊണ്ട് എടുത്തിട്ട് അനിയത്തി കാണിച്ചെന്ന പോലെ തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സിൻ്റെ പ്രശ്നങ്ങൾ എവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ അവൾക്ക് ഉണ്ടായിരുന്നത് മൂക്കിൻ്റെ 2 സൈഡിലാണ്, മൂക്കിൻ്റെ തുമ്പത്തൊക്കെ ആയിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്ത് നല്ല റിസൾട്ടൊക്കെ ഉണ്ട്. നമ്മുടെ ഫേസ് നല്ല സ്കിൻ നല്ല മിനുസായി വരുന്നതൊക്കെ അടിപൊളിയാണ്. നമ്മൾ കുട്ടികളുടെ ഫേസ് പോലെയൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് റിസൾട്ട് അല്ല യൂസ് ചെയ്യുമ്പോൾ തന്നെ റിസൾട്ട് കിട്ടുന്നതാണ്. ഏകദേശം 1 മന്ത് കൊണ്ടൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ വൈറ്റ് ഹെഡ്സ് ഉള്ളവരൊക്കെ നൈസായിട്ട് ആദ്യം ഇളം ചൂടുവെള്ളത്തിൽ നൈസായിട്ടൊന്ന് ഫേസ് മൊത്തമായിട്ട് ഒന്ന് വാഷ് ചെയ്ത് കളയുക. ഇതാക്കി ഇതിപ്പോൾ ഞാൻ പറഞ്ഞ ഓയിൽ സ്കിന്നുള്ള ആൾക്കാർക്കാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ഇനി ഡ്രൈ സ്കിന്നാണെങ്കിൽ നിങ്ങൾ ഇതിന് പകരം നാരങ്ങ നീര് പകരം തൈരാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അത് ഈ പറയാൻ മറന്നിട്ടുണ്ട്, അത് വീഡിയോ നേരത്തെ ഞാൻ പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓയിൽ സ്കിന്ന് നമുക്ക് പിമ്പിൾസൊക്കെ പെട്ടെന്ന് ഓയിൽ സ്കിന്നിലായിട്ട് ആൾക്കാർക്കാണ് പിമ്പിൾസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ വൈറ്റ് ഹെഡ്സ് നമുക്ക് കോമൺ അല്ല, 2 ആൾക്കാർക്ക് ഈ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർക്കാണ് ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തൈരാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് മല്ലിത്തൈ തന്നെ യൂസ് ചെയ്യണം, മല്ലിത്തൈൻ്റെ നീര് തന്നെ യൂസ് ചെയ്യണം. വിത്ത് നമ്മൾ തൈരായിട്ട് യൂസ് ചെയ്യുക ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ. 2 ആയിട്ട് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നത്, 2ഉം പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ്, പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. ഏകദേശം ഒരു 1 മന്ത് കൊണ്ട് 2 മന്ത് കൊണ്ട് നാച്ചുറൽ ഐറ്റംസ് ഒക്കെ അത്രയും കാലം റിസൾട്ട് കിട്ടുന്നത്. നിങ്ങൾക്ക് അറിയാലോ, ഹോമിയൊക്കെ ശരിക്കും ഒരു കൊല്ലമൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ നാച്ചുറൽ ഐറ്റംസ് അറിയാലോ, ഏകദേശം ഒരു 2 മന്തൊക്കെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി തന്നെയാണ്. അപ്പോൾ നേരെ നമുക്ക് ഇതേപോലത്തെ വീഡിയോസ് അടുത്ത വീട്ടിൽ കാണാം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം കേട്ടോ.